ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം ലേണിംഗ്. ക്ലാസ് 10 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഇസ് ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു പ്ലെയിൻ മിറേഴ്സ് ഇസ് 90 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിഗർ ഇവിടെ ഉണ്ട്, ഓപ്ഷൻസ് ഇതാ. If theta equal to 30 degree, angle of deviation is 120 degree. If theta equal to 60, deviation 60 ആണ്. If theta equal to 45 degree, angle of deviation is 90 degree. The angle of deviation is 180 degree for any value of theta. So ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് തോന്നും അത്ര തന്നെ എളുപ്പമല്ല, കാരണം ഡിഫറെൻറ്റ് കേസസിനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഒരു കുറച്ച് ഹയർ ലെവൽ, സ്കൂൾ ലെവലിനേക്കാൾ മുകളിൽ പ്രിപ്പയർഡ് അല്ലാത്തൊരു കുട്ടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അതിനാണ് നമ്മൾ ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുള്ളത്, 8th 9th 10th ഫൗണ്ടേഷൻ കോഴ്സസ് ചെയ്യാറുള്ളത്. സോ എക്സാം ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ ലിങ്കിലോ ഒക്കെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ എന്താണ് ഓപ്ഷനിൽ പറയുന്നത്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. രണ്ട് മിറേഴ്സ് വന്നിട്ടുണ്ട്, 90 ഡിഗ്രിയിലാണ് രണ്ട് മിറേഴ്സ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് റേ വരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണെന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാണ്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് റിഫ്ലക്ട് ചെയ്യാം, റിഫ്രാക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ ഒറിജിനൽ ഡയറക്ഷൻ, ആ ലൈറ്റ് വന്നിരുന്ന ഒറിജിനൽ ഡയറക്ഷനും അതിന്റെ ഫൈനൽ ഡയറക്ഷനും ഇത് തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുക. അതിന്റെ ഒറിജിനൽ ഡയറക്ഷനും ഫൈനൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ തിരിച്ചു പോവാണ്. ഓക്കെ, യെസ്, നമുക്ക് വീണ്ടും ആ ഡയഗ്രത്തിന്റെ ആവശ്യമുണ്ട്. സോ ഞാനിത് ആ ഡയഗ്രം ഇവിടെ വലുതാക്കി വരക്കാണ്. 90 ഡിഗ്രിയിൽ രണ്ട് പ്ലെയിൻ മിറേഴ്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു ജിയോമെട്രി, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ജിയോമെട്രി അപ്ലൈ ചെയ്താൽ തന്നെ ഈസി ആയിട്ട് ഇതിന് ആൻസർ കിട്ടും. അവിടേക്ക് ആര് വന്നു, ഒരു ലൈറ്റ് റേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആദ്യം മാർക്ക് ചെയ്യണം. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി നിങ്ങൾക്കറിയാം ഇത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്ന പാത്ത് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഇതേ നോർമലിനോട് ഐ ആണ് ഇപ്പോൾ തീറ്റ, ഐ ഇസ് ഈക്വൽ ടു തീറ്റ. സെയിം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ മേക്ക് ചെയ്തുകൊണ്ട് ഇതാ ഇങ്ങോട്ടേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇത് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഇത് എത്രയാണ്, തീറ്റയാണ്. ശരിയാണല്ലോ? അപ്പോൾ അത് ഈ ഒരു ഒറിജിനൽ ഡയറക്ഷനിലേക്ക് വന്ന, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒറിജിനൽ ഡയറക്ഷനിലേക്ക് വന്ന ലൈറ്റ് റേനെ ആര് ഫസ്റ്റ് മിറർ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡിയല്ലേ? ഇനി നമുക്ക് അതിലെ കുറച്ച് ആംഗിൾസ് എത്രയാന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് നോക്കുക. തീറ്റ എന്നുള്ളത് കിട്ടി, ഐ ഈക്വൽ ടു 6 ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ, ഈ നോർമൽ എന്ന് പറയുന്ന 90 ഡിഗ്രിയിലെ ഒരു ഭാഗമാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് 90 മൈനസ് തീറ്റ. ഇനി നമ്മൾ ഈ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എന്തായിരിക്കണം, തീറ്റ ആയിരിക്കണം. എന്നാലാണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 180 ഡിഗ്രി കിട്ടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ റിഫ്ലക്ഷൻ നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ ലൈറ്റിന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മുഴുവൻ കണ്ടുപിടിക്കാൻ പോവാണ്. രണ്ടാമത്തെ റിഫ്ലക്ഷൻ നമുക്ക് സൂക്ഷിച്ച് നോക്കാം. രണ്ടാമത്തെ റിഫ്ലക്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഒരു നോർമൽ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലൈറ്റ് റേ ഇത് ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മേക്ക് ചെയ്തുകൊണ്ട് ലൈറ്റ് റേ പോവുകയാണ്. ഓക്കെ, ഇനി ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും, ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് തീറ്റയാണ്, നമ്മളിവിടെ നോർമൽ വരച്ചു. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 90 ഡിഗ്രി കിട്ടുന്നുണ്ട് അല്ലെ. ഈ 90 ഡിഗ്രിയിൽ ഒരു ഭാഗം തീറ്റയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും, 90 മൈനസ് തീറ്റയാണ്. സോ സെക്കൻഡ് റിഫ്ലക്ഷനിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റയാണ്. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 90 മൈനസ് തീറ്റ തന്നെയാണ്. അങ്ങനെയാണ് ഫൈനലി നമ്മുടെ റേ തിരിച്ചു പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എത്രയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക, ഒറിജിനൽ ഡയറക്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒറിജിനൽ ഡയറക്ഷൻ ഇതാണ് ഒറിജിനൽ ഡയറക്ഷൻ, ഇതാണ് ഫൈനൽ ഡയറക്ഷൻ. ഒറിജിനൽ ഡയറക്ഷനിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഡയറക്ഷനിലേക്ക്. ആക്ച്വലി എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങോട്ട് വന്ന റേനെ എക്സാക്ട്ലി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുക ചെയ്തത്.
അല്ലേ? വന്നുകൊണ്ടിരുന്ന റേനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 180 ഡിഗ്രിയുടെ ഡീവിയേഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായോ? 180 ഡിഗ്രിയുടെ ഡീവിയേഷൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൺവിൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് എടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. M1 എന്ന് പറയുന്ന മിററിൽ ഉണ്ടായിട്ടുള്ള ഡീവിയേഷൻ എത്രയാണ്? അതൊന്ന് പറഞ്ഞേ. ഇതാണ് വരുന്ന ലൈറ്റ് റേ. സ്ട്രെയിറ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു നമ്മൾ അതിന്റെ ഒറിജിനൽ ഡയറക്ഷൻ. പക്ഷെ അത് ആഫ്റ്റർ ഫസ്റ്റ് റിഫ്ലക്ഷൻ, M1 എന്ന് പറയുന്ന മിററിലെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ 180 ഡിഗ്രി ആണ്. അതിലെ 2 തീറ്റ, തീറ്റ ഇൻറ്റു 2 തീറ്റയാണ് എവിടെ കാണുന്നത്? നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്ന ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഫൈനലി ബാക്കി വരുന്ന ഈ ഒരു വൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ 180 മൈനസ് 2 തീറ്റ ആയിരിക്കും. ഓക്കെ, 180 മൈനസ് 2 തീറ്റയാണ് ഇവിടുത്തെ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത്. സിമിലർലി M2ലെ ഡീവിയേഷൻ, സോ ഇവിടുത്തെ ഡീവിയേഷൻ എത്രയാണ്? ഫസ്റ്റ് മിററിൽ ഉണ്ടായിരുന്ന ഡീവിയേഷൻ 180 മൈനസ് 2 തീറ്റയാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മിറർ M2ലേക്ക് വരാം. M2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, M2ലേക്കുള്ള മിററിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ M2ലേക്ക് വന്ന ലൈറ്റ് റേയുടെ ഒറിജിനൽ ഡയറക്ഷൻ നമുക്ക് ഇതായിട്ട് എടുക്കാം, അല്ലേ? ഈ ഡയറക്ഷനിലാണ് സെക്കൻഡ് മിററിലേക്ക് ലൈറ്റ് റേ വന്നത്. അങ്ങനെ ലൈറ്റ് റേ വന്നു, അതിനതാ ഒറിജിനൽ ഡയറക്ഷനിൽ നിന്നും ഇത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്ത അതേ ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിലെ രണ്ട് ആംഗിൾസ് നമുക്കറിയാം, അത് 90 മൈനസ് തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ വിച്ച് ഇസ് 180 മൈനസ് 2 തീറ്റ. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് 180 മൈനസ് 2 തീറ്റ, രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഈ ടോട്ടൽ 180യിൽ നിന്ന് ടോട്ടൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ 180യിൽ നിന്ന് ഈ രണ്ട് ഗ്രീൻ ആംഗിൾസ്, രണ്ട് ഗ്രീൻ ലെറ്ററിൽ ഞാൻ എഴുതിയിട്ടുള്ള ആംഗിൾസ് ആണ് ഞാൻ മൈനസ് ചെയ്യാൻ പോകുന്നത്. 180 മൈനസ് 2 തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 2 തീറ്റ എന്ന് കിട്ടും. സോ രണ്ടാമത്തെ മിറർ പ്രൊഡ്യൂസ് ചെയ്ത ഡീവിയേഷൻ 2 തീറ്റയാണ്. ഫസ്റ്റ് മിറർ പ്രൊഡ്യൂസ് ചെയ്ത ഡീവിയേഷൻ 180 മൈനസ് 2 തീറ്റയാണ്. ഓക്കെ, 2 തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡീവിയേഷൻ ഫോർ എനി ആംഗിൾ തീറ്റ, ശ്രദ്ധിച്ചോ, ഫോർ എനി ആംഗിൾ തീറ്റയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിൾ അല്ല. ഫോർ എനി ആംഗിൾ തീറ്റ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മിറർ പ്രൊഡ്യൂസ് ചെയ്ത ഡീവിയേഷൻ 180 മൈനസ് 2 തീറ്റ, സെക്കൻഡ് മിറർ പ്രൊഡ്യൂസ് ചെയ്ത ഡീവിയേഷൻ 2 തീറ്റയാണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ തീറ്റ ഏതും ആയിക്കോട്ടെ, ഇത്തരത്തിൽ നമ്മൾ മിറർ വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് പ്ലെയിൻ മിറർ വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ ലൈറ്റ് റേ വന്നാലും അത് 180 ഡിഗ്രി ഡീവിയേഷനിൽ വന്ന അതേ ഡയറക്ഷനിൽ തിരിച്ചു പോകും. വന്ന അതേ വഴിക്ക് തന്നെ അതിനെ ഈ മിറർ എന്ത് ചെയ്യും? 2 തവണ റിഫ്ലക്ട് ചെയ്തിട്ട് വിടും എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനെയാണ്, കുറച്ച് ടൈം എടുക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഇതിന്റെ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ 10th കുട്ടികൾ നിങ്ങൾ ആദ്യം ഇത് ഒറ്റയ്ക്ക് സൊല്യൂഷൻ കാണാതെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ഒളിമ്പിയാഡ് വീഡിയോസിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കമന്റിൽ അറിയിക്കണം. ആൻഡ് ഓൾസോ അതിനുശേഷം നിങ്ങൾ സൊല്യൂഷൻ നോക്കിയിട്ട് എന്ത് മിസ്റ്റേക്കാണ് വന്നത്, എന്താണ് നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ആൻഡ് ഫീഡ്ബാക്കുകൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഈ ഒരു സീരീസിന്റെ ഒളിമ്പിയാഡ് സീരീസിന്റെ ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും ഇനി വരുന്ന ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.